പ്രവാസികളെ തണുപ്പല്ലേ, നല്ല സുഖല്ലേ ഹീറ്ററൊക്കെ ഇട്ട് ഇങ്ങനെ കുളിക്കാന്. എന്നാലേ ഹീറ്ററിന്റെ സ്വിച്ച് ഇട്ടിട്ട് കുളിക്കരുത് കേട്ടോ, അത് റോങ് മെത്തേഡാ. എന്താന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പം പറഞ്ഞുതരാം. നമ്മൾ പണി കഴിഞ്ഞിട്ട് ഇന്നിങ്ങനെ പോണ അവസരത്തില് ഇമാമിന്റെ ഒരു ഫോണ്, ഒന്ന് വരാൻ പറ്റും ഉസ്താദ്, എന്താ സ്ഥിതി, നേരം വൈകിയെന്ന് അറിയാം, എന്നാലും പറയാൻ ഡേഞ്ചറാന്നാണ്. ഞാൻ ചോദിച്ചു എന്തേന്ന്. ഇന്ന് ഇഷാക്ക് നിസ്കാരത്തിന് വന്ന ആളുകൾ പറഞ്ഞ് ഒതെടുക്കുമ്പം ചെറിയൊരു തരിപ്പുണ്ടല്ലോ മൊയിലേറെ, എന്താണത്? അപ്പോ അങ്ങനെ ഉസ്താദ് നമ്മളെ വിളിച്ചതാട്ടോ. പോയി നോക്കുമ്പോ ഹീറ്ററിന്റെ ഉള്ളിൽ നിന്നാണ് തരിപ്പ് വരുന്നത്. അപ്പൊ ഹീറ്റർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ അതിന്റെ കോയില് പോയിട്ടുണ്ട്. പിന്നെ പറഞ്ഞാല് ഹീറ്ററിന് വല്ലാണ്ട് പഴക്കൊന്നുമില്ല കേട്ടോ, പക്ഷെ മസറ ആയതുകൊണ്ട് നല്ല ഉപ്പാ, പെട്ടെന്ന് കോയില് പോവാണ്. ഒരു 2 കൊല്ലമായിട്ട് വെച്ചിട്ടുള്ളൂ. സാധാരണ രീതിയിൽ 2, 3, 4 കൊല്ലൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് കോയിൽ മാറ്റല്. ഇവിടെ ഉപ്പ് അധികമായതുകൊണ്ട്. ഏതായാലും പിന്നെ കോയിൽ മാത്രമല്ല, ഞാൻ നല്ല നോക്കിയപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റിയിട്ട് തെർമോസ്റ്റാറ്റിന്റെ മുകളിലേക്ക് വീഴുന്നുണ്ട്. അപ്പൊ ഡേഞ്ചറാണ് സംഗതി, മാറ്റമില്ലാതെ വേറെ നിവർത്തില്ല. നേരെ കടയിൽ പോയിട്ട് നല്ലൊരു ഹീറ്റർ തന്നെ മേടിച്ച്. ഹീറ്ററിന്റെ സ്വിച്ച് ഇട്ട് കുളിക്കരുതെന്ന് പറയാനുള്ള കാരണം തണുപ്പാണ്. ഒട്ടുമിക്ക പ്രവാസികൾ അതൊന്നും ശ്രദ്ധിക്കലില്ല. അതുകൊണ്ട് പറയാണ്, ഈ നേരത്തെ പറഞ്ഞ തരിപ്പുണ്ടല്ലോ, ആ തരിപ്പ് നമ്മൾ കുളിക്കുമ്പോഴൊക്കെ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ, രാത്രി പണി കഴിഞ്ഞു എന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ കുളിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഹീറ്ററിന്റെ സ്വിച്ച് നമ്മൾ ഓഫ് ആക്കിയിട്ടാണ് കുളിക്കേണ്ടത്. ചില ആളുകൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, കുളിക്കുന്നതിന്റെ കുറച്ച് മുന്നേ ഹീറ്റർ ഇട്ട് വെക്കും, വെള്ളം ചൂടായിട്ട്, എന്നിട്ട് കുളിക്കുമ്പോഴും ഹീറ്റർ ഇട്ടുകൊണ്ട് കുളിക്കും, എന്നിട്ട് പോകുമ്പോൾ ഓഫാക്കും. ഇത് റോങ് മെത്തേഡാണ്. ആളുകൾ ചിന്തിക്കുന്നത് കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്താണ് കറണ്ട് ബില്ല്? ഹീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്ററിന് ഒരു നിശ്ചിത വെള്ളം കണ്ടില്ലേ, ആ ഹീറ്ററിന്റെ ഉള്ളിൽ 50 ലിറ്റർ വെള്ളം കൊള്ളും. ആ 50 ലിറ്റർ വെള്ളം ചൂടാവണ കറണ്ട് അത് എടുക്കുള്ളൂ. പിന്നെ അത് കട്ട് ഓഫ് ആവണം, അതിനുള്ള സിസ്റ്റം അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് വീണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് തെർമോസ്റ്റാറ്റ് ഓൺ ആയിട്ട് ഹീറ്റർ വീണ്ടും ഹീറ്റ് ആവും. അപ്പോഴാണ് കറണ്ട് എടുക്കുക. അല്ലാതെ നിങ്ങൾ സ്വിച്ച് ഓഫ് ആക്കിയൊന്നും കറണ്ട് ബില്ല് കുറയില്ല. ഹീറ്റർ ചൂടാവാനുള്ള കറണ്ട് ബില്ല് എടുക്കും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുളിക്കുന്ന സമയത്ത് ഹീറ്റർ ഓഫ് ആക്കുക, എന്നിട്ട് കുളിച്ച് കഴിഞ്ഞ് പോകുമ്പോൾ ഹീറ്റർ ഓൺ ആക്കിയിട്ട് പോകും. ഇങ്ങനെ 24 മണിക്കൂറും കറണ്ട് എടുത്തോണ്ടിരിക്കുന്നില്ല. അതിലുള്ള വെള്ളം ചൂടാക്കാനുള്ള കറണ്ട് മാത്രമേ എടുക്കുള്ളൂ. പിന്നെ അത് ഓട്ടോമാറ്റിക്കായി കട്ട് ഓഫ് ആയിട്ട് ഓഫ് ആവും. നമ്മളെ പഴയ ഹീറ്റർ മാറ്റിച്ചപ്പോൾ ഈ ഹീറ്റർ വെച്ചപ്പോൾ അതിന്റെ ഹൈറ്റ് വ്യത്യാസം വന്നതുകൊണ്ടേ അതിന്റെ നൈലോൺ കണക്ഷൻ നീളം കുറഞ്ഞു കിട്ടോ. പിന്നെ ഇത് മസറന്റെ ഉള്ളിലാ സംഭവം. രാത്രി ആയിട്ടുണ്ട്, കട കടച്ചു പോയിട്ടുണ്ട്. അപ്പൊ കട പോക്ക് സീനാണ്. അപ്പൊ നമ്മൾ ചെയ്ത പരിപാടി എന്താ വെച്ചാൽ, ഒരുപാട് വണ്ടിയിൽ തെരഞ്ഞു നോക്കിയപ്പോ ഒറ്റൊന്നാണ് നീളം കൂടിയത് കിട്ടിയത്. അപ്പൊ ഞാൻ എന്താക്കി, മറ്റേത് 2 അയച്ച് ഒന്നാക്കി കഴിഞ്ഞ് നീളം കൂടിയത് എടുത്തിട്ട് ഒന്നാക്കി. ബുദ്ധി പ്രയോഗിക്കില്ലാതെ വേറെ നിവർത്തില്ല ഇവിടെ. ചുരുക്കി പറഞ്ഞാൽ